നമ്മൾ ഇന്ന് കാണുന്ന ഈ ആകാശവും ഭൂമിയും തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് അപ്പോസ്തലനായ പത്രോസിലൂടെ രേഖപ്പെടുത്തും. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നതിന് ബഹുഭൂരിപക്ഷം ആളുകളും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ താമസിക്കുന്ന ഈ അക്ഷരീയമായ ഭൂമി കത്തി വെണ്ണീരാകും, മൂലപദാർത്ഥങ്ങൾ വെന്തിരിയുമെന്ന്. ഈ ഒരറിവ് ബഹുപുരുഷൻ, എനിക്ക് തോന്നുന്നു 95% ആളുകളുടെയും പ്രസംഗത്തിലും പഠിപ്പീരുകളിലും ജനങ്ങളുടെ ഹൃദയത്തിലും വളരെ ആഴമായി വേരൂന്നിയ കാര്യമാണ്. കാരണം വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ഭൂമി എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഫിസിക്കലി എർത്ത്, രണ്ട് കവനന്റ് ലാൻഡ് എന്നൊരർത്ഥമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ, ഈ ആകാശം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിർവചിക്കാൻ ഇന്നത്തെ ശാസ്ത്രലോകത്തിന് പോലും പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ തലയ്ക്ക് മീതെയുള്ള ഈ നീലാകാശം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു ശൂന്യതയാണ്. ശൂന്യത എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സയന്റിഫിക് പ്രബന്ധം വായിച്ചപ്പോൾ, അതിൻ്റെ കുറച്ച് റിസർച്ച് വായിച്ചപ്പോൾ മനസ്സിലായത്, നമ്മൾ ഇന്ന് കാണുന്ന ഈ യൂണിവേഴ്സിൻ്റെ, നമ്മൾ കാണുന്ന ഈ യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത നിലയുള്ള ഈ വാസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സ്, മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഗാലക്സീസ് ഉള്ള, ഇപ്പം നമ്മുടെ ഗാലക്സി എന്ന് പറഞ്ഞാൽ മിൽക്കി വേ ഗാലക്സിയാണ്. മിൽക്കി വേ ഗാലക്സിയുടെ ഒരു വശത്ത് നിന്ന് മറുവശം വരെ എത്തുവാനായി 1,00,000 പ്രകാശവർഷം യാത്ര ചെയ്യണം എന്നാണ്. 1,00,000 പ്രകാശവർഷം, 40,000 കോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മിൽക്കി വേ. ഇങ്ങനെയുള്ള ട്രില്യൺസ് ആൻഡ് ക്വാട്രില്യൺസ് ഓഫ് ഗാലക്സീസ് ഭൂമിയിലുണ്ട് എന്ന് ശാസ്ത്രലോകം കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അപ്പൊ ഈ കാണുന്ന അനന്തമായ ഈ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയും അതിന്റെ ആഴവും മനസ്സിലാക്കുന്ന ശാസ്ത്രം കൃത്യമായിട്ട് പറഞ്ഞു, അതിൽ 99.9% ശൂന്യമാണ്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഇതിനകത്ത് ഒരു 0.1% മാത്രമേ ഈ നക്ഷത്രങ്ങളുള്ളൂ. ബാക്കി ഭാഗങ്ങളെല്ലാം ശൂന്യമാണ്. കാരണം ഒരു നക്ഷത്രത്തിൽ നിന്ന് മറ്റൊരു നക്ഷത്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നതൊക്കെ തന്നെ എത്രയോ പ്രകാശ വർഷങ്ങളാണ്. ഇപ്പൊ ഇന്ത്യയുടെ ഭൂമിയിൽ നിന്ന് നമ്മുടെ സെഞ്ചുറി എന്ന് പറയുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിലേക്കുള്ള ദൂരം 4.5 പ്രകാശ വർഷം. അതായത് ഒരു പ്രകാശം 4.5 വർഷം യാത്ര ചെയ്യണം. അതായത് 1,85,000 കിലോമീറ്റർ പെർ സെക്കൻഡിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് അടുത്തുള്ള. അപ്പം നിങ്ങൾ നോക്കിക്കണം, ഇതിൻ്റെ ഇടയിലെല്ലാം വാനിറ്റിയാണ്, ഇതിൻ്റെ അടുത്തെല്ലാം ശൂന്യത. അപ്പൊ ഈ ആകാശം എന്ന് പറഞ്ഞാൽ ഉടനെ എന്തോ ഒരു സംഭവമാണെന്നുള്ള ധാരണയിൽ നമ്മുടെ ആളുകളെല്ലാം അങ്ങ് കത്തിപ്പോകുന്നു പഠിപ്പിക്കുക. അപ്പൊ ഇതെന്തെന്ന് കത്തിപ്പോവാനാ? ആകാശം പോവും, ഭൂമി പോവും. അപ്പം മനസ്സിലാക്കേണ്ടത് ഇതൊരു കവനന്റ് ലാംഗ്വേജ് ആണ്. ബൈബിൾ എന്ന് പറയുന്നത് ഒരു ശാസ്ത്ര പുസ്തകമല്ല. നിങ്ങൾ ഈ ബൈബിളിനെ ശാസ്ത്ര പുസ്തകമായിട്ട് പഠിപ്പിക്കാൻ പോയാൽ ഈ ഇസ്ലാമിക ആളുകൾ അവരുടെ ഖുറാനിൽ ശാസ്ത്രം ഉണ്ടെന്ന് പറയുന്ന പോലിരിക്കും ചിലയിടങ്ങളിൽ. എല്ലായിടവും ഇല്ലതല്ല, ഞങ്ങൾക്ക് എല്ലാ ഭാഗവും അല്ല. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ ശാസ്ത്രവുമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നാറത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് വീണാ കിടന്ന് ഉരുളാൻ അറിയാവുന്നത് കൊണ്ട്, പിന്നെ ഇടയ്ക്കത് വിശ്വാസത്തിന്റെ ഭാഗമാക്കുന്നത് കൊണ്ട് ലോജിക്ക് ഇല്ലെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു. സോ ഈ ആകാശം ഭൂമിയെല്ലാം ഈ കത്തി അങ്ങ് പോകും എന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് ന്യൂ കവനന്റ് ആണ്. പുതിയ ഉടമ്പടിയുടെ മറ്റൊരു ടേമാണ്, അല്ലെങ്കിൽ ടെർമിനോളജിയാണ് ഈ ന്യൂ ഹെവൻസ് ആൻഡ് ദ ന്യൂ എർത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഓൾഡ് ഹെവൻ ആൻഡ് ഓൾഡ് എർത്ത് എന്ന് പറയുന്നത് പഴയ നിയമവും, ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത് എന്ന് പറയുന്നത് പുതിയ നിയമമാണ്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ പുതിയ ആകാശം പുതിയ ഭൂമി വരുമ്പോൾ ഇവർ പറയും അന്ന് ഇവിടെ മനുഷ്യരുണ്ടായിരിക്കും, അവിടെ മൃഗം ഉണ്ടായിരിക്കും. ചില ആളുകളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ഫ്രണ്ടിൽ പോയിരുന്ന് 3.5 വർഷം ബൈബിൾ സെമിനാരി പഠിച്ചിട്ട് നോട്ട് എഴുതിക്കൊണ്ട് വന്ന് സംസാരിക്കുന്ന പോലെ വേദപുസ്തകത്തിന് എന്ത് കൃത്യമായിട്ട് പറയുന്നത് ന്യൂ ഹെവൻസ് ആൻഡ് ന്യൂ ഇയർ എന്ന് പറയുന്നത് ന്യൂ കവനന്റ് ആണ്. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക എന്ന് മോശ എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കും. അതിൻ്റെയൊക്കെ അർത്ഥം എന്തോ? ഈ മേളി കിടന്ന് നീലാകാശമേ കേൾക്കൂ, ഈ റൗണ്ടായിട്ടിരിക്കുന്ന ഭൂമിയെ ചെവി തരൂ എന്നാണോ? അല്ല. ആകാശമേ കേൾക്കൂ, ഭൂമിയെ ചെവി തരൂ എന്ന് പറഞ്ഞാൽ ഓൾഡ് കവനന്റിലെ ജനത്തോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് പറയുക എന്നാണ്. ഇതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ, ഇല്ല. ഇനി നമ്മൾ ഈ പുതിയ ആകാശം പുതിയ ഭൂമിയെ കുറിച്ച് നമ്മൾ കൂടുതൽ പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഭാഗങ്ങളുണ്ട്, ഞാൻ എല്ലാം ഒന്നും എടുക്കുന്നില്ല. ഒരു കൊച്ചു കാര്യം പറയാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ വന്നത്, അത്
നമ്മൾ യെശയ്യാവിന്റെ പറയുന്ന 65 അധ്യായത്തില് വായിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇതാ ഞാൻ പുതിയൊരാകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ 65 അധ്യായം 17 വാക്യത്തിൽ, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പലത്തവ ആരും ഓർക്കുകയില്ല, ആരുടെ മനസ്സിൽ വരികയില്ല. പക്ഷെ എനിക്കിതൊക്കെ അറിയാമോ, ഇന്ന് ഈ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ മുഴുവൻ ഉപദേശിമാരും പഴയതിനെ ഓർക്കുകയും അതിനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഈ മൂന്നാമത്തെ ടെമ്പിൾ, ഈ തേർഡ് ടെമ്പിൾ വരുമെന്ന് പ്രഘോഷിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെയും ചാലഞ്ച് ചെയ്തുകൊണ്ട് പറയുന്നു, അങ്ങനെ ഒരു സംഭവം ദൈവത്തിന്റെ പദ്ധതിയിൽ ഇല്ല. അപ്പൊ മില്ലേനിയം ഇയറിനകത്തുള്ള ടെമ്പിൾ എന്താണെന്നൊക്കെ പോയി മില്ലേനിയം എന്താണെന്ന് ആദ്യം പഠിക്കുക, പിന്നെ ദൈവം തമ്പുരാന്റെ മാസ്റ്റർ പ്ലാനകത്ത് ടെമ്പിൾ എന്താണെന്ന് പഠിക്കുക. മൂന്നാമത്തെ ഒരു ദേവാലയം എന്ന് പറയുന്നത് വെറും ഒരു തട്ടിക്കൂട്ട് മാനുഷിക പരിപാടിയാണ്. അതിൽ ദൈവവും ദൈവദൂതന്മാരും വിശുദ്ധ സഭയുമായി യാതൊരു ബന്ധവും ഇല്ല. ഇവിടെ എഴുതിയേക്കുന്നു, പുതിയതും പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന പഴയതിനെ ഓർക്കുകയില്ല, ആരുടെ മനസ്സിലും വരികയില്ല. പക്ഷെ ഇന്നും നമ്മുടെ ആച്ചാച്ചന്മാരെല്ലാം വിശുദ്ധ നാട്ടിലേക്ക് കണ്ണു നോക്കിയിരിക്കുക, എന്നിട്ട് പറയാ ഇസ്രായേൽ ഭൂലോകത്തിന്റെ ക്ലോക്കാണ്. ഞാൻ പറയാം, ഇസ്രായേൽ എന്ന് പറയുന്നത് ഭൂലോകത്തിന്റെ ക്ലോക്ക് ആയിരുന്നു. ഇപ്പൊ ബാറ്ററി ഇല്ലാത്ത ക്ലോക്കാണ്. ഇപ്പൊ ഇങ്ങനെ ചുമ്മാ ഡെയിലി വെറുതെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ക്ലോക്ക്. ഇസ്രായേലിലേക്ക് നിങ്ങൾ കണ്ണു നെട്ടിയിരുന്ന നിങ്ങൾ അവസാനം സമയം തെറ്റി വണ്ടി പോകും. ഞാൻ ഓപ്പണായിട്ട് പറയും. ഇന്ന് കാണുന്ന ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണെങ്കിൽ അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ ഹിന്ദുക്കൾ. ഇന്ന് കാണുന്ന ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണെങ്കിൽ എൻ്റെ നാട്ടിൽ താമസിക്കുന്ന ഹിന്ദുക്കൾ എത്രയോ നല്ലവർ. അവരാരെയും പോയി ബോംബിടാനും പോകുന്നില്ല, അവർ ഹമാസിനെ വെട്ടാൻ പോകുന്നില്ല, അവർ ഇറാന്റെ മണ്ടേ കൊണ്ടുവന്ന് മിസൈൽ അടിക്കുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. ഇന്ത്യക്കാർ അത്ര ബെറ്ററാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന ഇസ്രായേൽ നാട്ടിൽ കാണുന്ന ഇവിടുത്തെ ഇതൊരു വികാരമാണ്. നമ്മൾ വിവരമില്ലാത്തവന്മാരുടെ വികാരം. തങ്ങൾ ആരാണെന്ന ബോധമില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ഇടയ്ക്ക് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ എൻ്റെ ഒരു ഉദാഹരണം പറയാം. എൻ്റെ ആത്മീയ പിതാവ് എന്നെ കർത്താവിൽ നടത്തുകയും സുവിശേഷത്താൽ എന്നെ ജനിപ്പിക്കുകയും ക്രിസ്തുവിലേക്ക് എന്നെ നടത്തുകയും എനിക്ക് വേദപുസ്തകത്തിന്റെ സത്യങ്ങളും ആദ്യപാഠങ്ങൾ പഠിപ്പിക്കുകയും എങ്ങനെയായിരിക്കണം വേദപുസ്തകത്തെ മനുഷ്യർക്ക് കൊടുക്കേണ്ടതെന്ന്, നമ്മൾ എങ്ങനെ റെസ്പോൺസിബിൾ ആയിരിക്കണം എന്ന് പറയുന്ന എന്നെ പഠിപ്പിച്ച ഒരു ആത്മീയ പിതാവ്. അദ്ദേഹം വലിയൊരു വേൾഡ് ഫേമസ് ആളല്ല. അദ്ദേഹം ഒരു ലോക്കൽ സഭയുടെ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്റർ, സൈമൺ കുട്ടി പാസ്റ്റർ എന്ന് പറയും. അദ്ദേഹമാണ് എൻ്റെ എനിക്ക് അതിനുശേഷം ഞാൻ ലോകത്തിലെ വലിയ 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 പ്രസിദ്ധന്മാരായ ആളുകളുമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെടാനും അവരുടെ കീഴിൽ ട്രെയിൻ ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു അനുഗ്രഹീതനായ ദേവദാസൻ എസേക്കിയ ഫ്രാൻസിസ്, അദ്ദേഹത്തെ ലോകം മുഴുവൻ എല്ലാവർക്കൊക്കെ അറിയാം. അപ്പം ചില ആളുകൾ ഒരു 10 ദിവസത്തെ കോഴ്സിന് അല്ലെങ്കിൽ ഒരു 3 മാസം അവിടെ പോയി പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് പറയും, എൻ്റെ സ്പിരിച്വൽ ഫാദർ എസേക്കിയ ഫ്രാൻസിസ് ആണ്. ഈ ചില മന്ദബുദ്ധികളായ ചില ന്യൂ ജനറേഷൻ ചെറുക്കന്മാരുണ്ട്, വിവരദോഷികളായിരിക്കുന്ന കള്ളപ്രവാചകന്മാർ. ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് ഈ ആഫ്രിക്കയിലൊക്കെ കയറിപ്പോ ഊബർട്ട് ഏഞ്ചൽ, അവൻ എൻ്റെ സ്പിരിച്വൽ ഫാദർ. പിന്നെ ആൽഫ ലൂക്ക അയാൾ എൻ്റെ സ്പിരിച്വൽ ഫാദർ. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഈ അപ്പ കാണുന്നവരെ അപ്പാന്ന് വിളിക്കാൻ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ല കേട്ടോ. കാരണം നമ്മൾ പക്ഷെ ഇവരെ ക്രിസ്തുവിൽ നടത്തിയത് ഒരു ലോക്കൽ സാധാരണ ദൈവദാസനായിരിക്കും. ഞാൻ അദ്ദേഹമാണ് എൻ്റെ സ്പിരിച്വൽ ഫാദർ പറയുന്നത്. ഇവർക്ക് പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ലേറ്റസ്റ്റ് ഞാൻ കണ്ടത്, ഈ ഏതോ ഒരുത്തിന്റെ പേരിന് മുമ്പ് ആൽഫയുടെ പേരിട്ടേക്കുക. കാരണം അപ്പന്റെ പേരിടണ്ടേ. ഒരു വികിളി പിടിച്ചൊരു പ്രവാചകനായി. ഇവർക്കൊക്കെ ലോകം മൊത്തം ഓടും. ഇന്ന് ഞാൻ ഇന്തോനേഷ്യ, നാളെ സിംഗപ്പൂർ എന്നൊക്കെ പറഞ്ഞ് ഓടുന്ന പുള്ളിയുണ്ട്. അപ്പം പേരിന്റെ കൂട്ടത്തില് ആൽഫ ലൂക്ക എൻ്റെ സ്പിരിച്വൽ. വേറൊരുത്തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് പാസ്റ്റർ ക്രിസ്തിന്റെ പേരാണെന്ന്, ക്രിസ്റ്റോ. ഈ തിരുവനന്തപുരത്തുള്ള ഒരു പുള്ളിക്കാരൻ, അവന്റെ പേരിന്റെ കൂട്ടത്തിൽ ക്രിസ്റ്റോ എന്നിട്ടേക്കും. ഇവന്റെ അപ്പന്റെ പേര് ക്രിസ്റ്റോ എന്നാണ്. കാരണം ഇവർക്ക് ചുമ്മാ ഇടുക. പ്രൊഫറ്റ് ഇന്നലെ വരെ വേറെ ഒരു പേരായിരുന്നു, ഇപ്പൊ കൂട്ടത്തിൽ ഏതോ സായിപ്പിന്റെയും ഏതോ ആഫ്രിക്കക്കാരനെയും കൂടെ പേര്. കാരണം ഇവർക്ക് ഐഡന്റിറ്റി ക്രൈസിസ് ആ. സത്യം പറഞ്ഞു, ഇവരാരാന്ന് ഒരു ബോധവും ഇല്ലാതെ വേറെ ഏതോ ഒരുത്തന്റെ തോളെ കയറി ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ആഗ്രഹം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾക്കൊന്നും നാണവും മാനവും ഇല്ലേ?
സ്പിരിച്വൽ ഫാദർ, ഞാൻ പറഞ്ഞു വരുന്നത് സാറേ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആരാന്ന ബോധം നമുക്ക് ഇതുവരെ സഭയ്ക്ക് വന്നിട്ടില്ല. ഇത് തന്നെ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ചർച്ചിലെ പാസ്റ്റർ നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകാം. എന്നെ ഒരുപക്ഷെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന, എന്നോട് ബന്ധമുള്ള ആരെങ്കിലും ഒക്കെ അത് മനസ്സിലാക്കുന്നത്. വെരി സാധാരണ ഒരു ദൈവവാസം, സാധാരണ ഒരു ലോക്കൽ ചർച്ചിന്റെ പാസ്റ്റർ. പക്ഷേ ഈസ് മൈ സ്പിരിച്വൽ ഫാദർ. അഭിമാനത്തോടെ ഞാൻ പറയും. ഞാൻ റെയ്നാഡ് ബോങ്കയുടെ ഒക്കെ കൈ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ തൊട്ടപ്പം മുതൽ ഞാൻ അങ്ങാരൻ്റെ അപ്പൻ എന്ന് പറയും. കേൾക്കാൻ രസമല്ലേ? റെയ്നാഡ് ബോങ്ക ഈസ് മൈ സ്പിരിച്വൽ ഫാദർ. ഡേവിഡ് യോങ്കിച്ചോ ഈസ് മൈ. ഈ ചില പുള്ളികളൊക്കെ പോയി ബെന്നിഹിന്റെ മുമ്പിൽ പോയി, ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല. ബെന്നിഹിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നു, തൊഴുന്നു. ഇവന്മാർക്ക് ഒരു ഇമ്പാർട്ടേഷൻ വാങ്ങാൻ പോകുന്നു. ഐ റിയലി ഐ എം സോ സോറി. I don't like this all nonsense. You do not know who you are. Same thing happened to the church today. ഇസ്രായേലിലെ യഹൂദനെ കാണുമ്പോൾ ആൾക്ക് ഒരു ഭയങ്കര ഒരു ചമ്മല്. അല്ല, നാട്ടിലെ ചില ഈ പേടിക്കുന്ന നായ്ക്കൾ തെരുവിലൂടെ ഓടും. അപ്പൊ ഇച്ചിരി ഗൗരവമുള്ള പട്ടികൾ പോകുമ്പോൾ മറ്റതിങ്ങനെ സൈഡിൽ കൂടെ പോയി വാല അകത്തോട്ട് കയറ്റി പോകുന്ന പോലെ ഇന്നത്തെ സഭ ഇസ്രായേലിനെ കാണുമ്പോൾ. അവർ ദൈവത്തിന്റെ ഏതോ സ്പെഷ്യൽ ജനമാണ്. നോ 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 നോ, they are not. സോ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് ഇവരെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. യെരുശലേമിൽ നിന്ന് നടക്കുന്നത്, യെരുശലേമിൽ നടക്കുന്നത് അവർക്ക് വാങ്ങിച്ച് കെട്ടിക്കോണം, അത്രേ ഉള്ളൂ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല എന്നല്ലേ. എന്നിട്ട് എന്താ ബോംബ് വന്ന് ഇവന്റെ വീട്ടിലോട്ട് വീഴുന്നത്? ഇസ്രായേലിന്റെ പരമ ഉറങ്ങിപ്പോയോ, മയങ്ങിപ്പോയോ? ദിസ് ഇസ് നോട്ട്. ഇന്ന് ഇസ്രായേലിനെ പരിപാലിക്കുക നടത്തി അവരുടെ ആധുനികമായ ശാസ്ത്രീയ സാങ്കേതിക ബുദ്ധി, അവരുടെ ബുദ്ധിയിൽ അവർ ജീവിക്കും. ദേ ആർ നോട്ട് ഗോഡ്സ് പീപ്പിൾ. ഇന്ന് ഭൂമിയിൽ ഒരൊറ്റ ജനതയുണ്ടെങ്കിൽ അത് ഇസ്രായേലിൽ നിന്നും, യഹൂദ നാട്ടിൽ നിന്നും, ജാതികളിൽ നിന്നും ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ സ്ഥാപിച്ചെടുത്ത ഏക ശരീരമാകുന്ന ക്രിസ്തുവിന്റെ സഭയാണ്. ദ കിങ്ഡം ഓഫ് ഗോഡിലുള്ള സിറ്റിസൺസ് ആണ് ഇന്ന് ഭൂമിയിലെ ഏറ്റവും വിശേഷമുള്ള ജനത. വേറെ ഒക്കെ ആരുമില്ല. അപ്പൊ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ ന്യൂ കവനന്റ്. ഇസ്രായേലിനെ കാണുമ്പോൾ വാലും ചുരുട്ടി ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്ന വെറും നായായി മാറുന്ന ക്രിസ്ത്യൻസ്. അപ്പോൾ കാണുന്നവർ അവൻ എൻ്റെ അപ്പൻ എന്ന് പറയുന്ന രീതിയിലേക്ക് ചർച്ച പോകരുത്. ചർച്ചിന്റെ പ്രിവിലേജ് ഉണ്ട്. ഇസ്രായേലിൽ കൊതിച്ചത് അനുഭവിക്കുന്നവരാണ് നമ്മൾ. ഇസ്രായേൽ ദൂരെ കണ്ടത് അനുഭവിക്കുന്നവരാണ് നമ്മൾ. പഴയ നിയമത്തിലെ ജനതയ്ക്ക് കാണാൻ പറ്റാത്തത്, ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുന്ന രക്ഷ അനുഭവിക്കുന്നവരാ വിശുദ്ധന്മാർ. എന്നിട്ടും നമുക്കിന്നും പഴയതിനെ കുറിച്ചുള്ള ഓർമ്മയും പഴയതിനെ മനസ്സിൽ സൂക്ഷിക്കുക. ഞാനൊരു കാര്യം കൂടെ പ്രധാനമായിട്ട് ഇതിനകത്ത് ഓർമ്മിപ്പിക്കാനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കുറെ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ മിക്കവാറൊക്കെ ആളുകളെല്ലാം ഭയപ്പെടുന്ന ചില കാര്യമുണ്ട്. വിശ്വാസികളുടെ ഇടയിൽ ഒരു ഭയമുണ്ട്. എന്തെന്നറിയോ? ഈ മന്ത്രവാദത്തെക്കുറിച്ച്, ആഭിചാരത്തെക്കുറിച്ച്, എന്തോ മന്ത്രം നമ്മുടെ ഭവനത്തിലേക്കോ, എൻ്റെ കുഞ്ഞിനെതിരെ ആരോ, ശുശ്രൂഷക്കെതിരെ പോരെന്ന്. നിന്റെ ശുശ്രൂഷയെ തകർക്കാനുള്ള വെല്ലുവിളികളും പോരും ഉണ്ടെന്ന്. അപ്പൊ ഇത് കേട്ടിട്ട് പാസ്റ്റർ 3 ദിവസം ഉപവാസിരിക്കുക. ഞാൻ ഓപ്പണായിട്ട് ചോദിച്ചോട്ടെ, നിന്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന ചില പോരാട്ടം എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്തോ എടോ, ഇപ്പം ജീവിതത്തിനകത്ത് നമ്മൾ എന്തെങ്കിലും ക്രമക്കേട് കാണിച്ചാൽ അതിന്റെ കോൺസിക്വൻസ് ഉണ്ട്. അത് പോരാട്ടമൊന്നും അല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, നമ്മൾ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിക്കുക, തെറ്റുകൾ ചെയ്യുക, നാച്ചുറലി നമ്മൾ എവിടെയെങ്കിലും എറർ നമ്മൾ സംഭവിച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരു പക്ഷേ തോൽവികൾ വരാം. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഈസ് എ പോരാണ്, അദൃശ്യമായ ഒരു ശക്തി. ഞാൻ ഓപ്പണായിട്ട് ചോദിച്ചോട്ടെ, ഈ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ തൻ്റെ ജനവും ദൈവവും മാത്രമാണ്. ഞാൻ സത്യം പറഞ്ഞോട്ടെ, ദൈവവും അവൻ്റെ പുത്രനായ ക്രിസ്തുവും പരിശുദ്ധ റൂഹായും ഒരുമിച്ച് വന്ന് നമ്മളോടുകൂടെ താമസിച്ച് നമ്മൾ ആ സ്നേഹത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഉന്മാദത്തിൽ ജീവിക്കേണ്ടവരാണ്, ഉല്ലാസത്തിൽ ജീവിക്കേണ്ടവരാണ്. അതിന് ഭൗതികത ഒരു പ്രോബ്ലം അല്ല. ആത്മീയതയെ ഭൗതികത ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ബാധിക്കത്തില്ല, ബാധിക്കരുത്. അങ്ങനെ ബാധിക്കുന്നെങ്കിൽ നമ്മളുടെ ആത്മീയതയ്ക്ക് നമ്മൾ വെച്ചിരിക്കുന്ന അളവ് പോലെ ഭൗതികതയും കൂടാ. ഈ ഭൗതികത എന്ന് പറഞ്ഞാൽ നന്മകൾ വേണം. ജോലി ഇല്ലാത്ത ഒരാൾക്ക് ദൈവസന്നിധി സന്തോഷിക്കാൻ പറ്റും. ഒരുപക്ഷെ പല മേഖല അദ്ദേഹത്തിന് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും കാണുമായിരിക്കും അല്ലേ? 100%. ഇപ്പൊ എന്നെയൊക്കെ, ഞാനും പല സമയങ്ങളിൽ അങ്ങനെയൊക്കെ എത്രയോ പ്രാവശ്യം നിരാശപ്പെട്ടു പോയിട്ടുണ്ട്.
അപ്പൊ നമുക്ക് ആവശ്യത്തിന് ക്യാഷ് ഉണ്ട് ഒരു സൈഡിൽ, നമുക്ക് സൈക്കോളജിക്കലി ഒരു ബലമുണ്ട് കേട്ടോ. ഇല്ലെങ്കിലും നമ്മൾ ദൈവം എൻ്റെ സങ്കേതം, സ്വർഗമാണ് എൻ്റെ വാസസ്ഥലം, അവിടാണ് എൻ്റെ നിക്ഷേപം എന്നൊക്കെ പറഞ്ഞിരുന്നാൽ രാവിലെ അല്ലെങ്കിൽ രാവിലെ വീട്ടുകാർ പറയാ നീയുടെ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ പോക്കറ്റിൽ നോക്കുക പൈസ ഇല്ലെങ്കിലോ, പാല് വാങ്ങിക്കും പറമ്പില്ലെങ്കിലും, കുഞ്ഞുങ്ങൾ പറയാം എനിക്ക് ഇന്ന കാര്യം വേണം കാശ് കൊടുക്കാനില്ലെങ്കിലോ. സോ ഇറ്റ് വിൽ മേക്ക് അസ് ഡിസപ്പോയിന്റഡ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഭൗതിക ലോകത്തെയും ആത്മലോകത്തെയും തമ്മിൽ തിരിക്കുന്നില്ല, കാരണം ഞാൻ ജീവിക്കുന്ന ഭൗതിക ലോകത്താണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവിലാണ് നമ്മുടെ ആനന്ദം, ദൈവമാണ് നമ്മുടെ ബലം എന്നുള്ളത് മാറാതെ നിന്നാൽ, ഞാൻ ആത്മീയതയും ഭൗതികതയും തമ്മിൽ വേർതിരിക്കുന്നില്ല, ഇതിനകത്ത് ഒരു ബന്ധമുണ്ടെന്നും മറക്കരുത്. അപ്പം ഈ ഭൗതിക ലോകത്ത് പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സാറ്റിസ്ഫാക്ഷൻ. തൃപ്തി. ഈ തൃപ്തി ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞി മാത്രമേ കുടിക്കാൻ വീട്ടിലുള്ളൂ, തൃപ്തിയാ. പക്ഷെ അതേ വ്യക്തിക്ക് എനിക്ക് ഇന്നും നമ്മുടെ പിള്ളേരുടെ ഭാഷ കുഴിമന്തി തിന്നണം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടാതെ വന്നാൽ ഒരു നിരാശ വരും. അപ്പൊ ദൈവം തന്നതിനകത്ത് നമ്മൾ തൃപ്തരായിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, അല്ലേ? അപ്പം സെലിബ്രേറ്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ ക്രിസ്ത്യൻസ് ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കേണ്ടതാണ്. പക്ഷെ എന്തിട്ട് ഒരു ചർച്ചിൽ നിന്ന് കയറി ചെന്നാൽ ആദ്യം കുറ്റപ്പെടുത്തും, നിനക്ക് കുറവുണ്ട്, നീ ശരിയല്ല. അയ്യോ, ഞാൻ ഇത് കേട്ട് 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 ഈ ചർച്ചോക്കോട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ട്, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ചർച്ചോക്കോട്. കഴിഞ്ഞ 35 വർഷമായിട്ട് ഞാൻ ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ. ആര് വന്നാലും തിരിച്ചും മറിച്ചും നീ ശരിയല്ല, ക്രമപ്പെട്ടോണം. എൻ്റെ കർത്താവ് ഏത് കാലത്താണ് ഇത് ക്രമപ്പെടുന്നത്? എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ പൊന്നു ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്നൊന്ന് പറയൂ. ഏതെങ്കിലും വിശ്വാസിയെ നോക്കി ആ പുൾപിറ്റിൽ നിൽക്കുന്ന പാസ്റ്റർ നിങ്ങൾ സെയിന്റ് ആണെന്ന് പറയൂ, നിങ്ങൾ വിശുദ്ധരാണെന്ന് പറയൂ. ഇനി പരിശുദ്ധൻ എന്ന് ഞാൻ പറഞ്ഞാൽ ഇനി അത് വേറെ ടെർമിനോളജി, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇനി മറിയ പരിശുദ്ധയായ മറിയ എന്ന് പറയും, അയ്യോ മറിയ പരിശുദ്ധയല്ല, മറിയ വിശുദ്ധയാ, അങ്ങനെയൊക്കെ പറയും. ഈ പരിശുദ്ധിയും വിശുദ്ധിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും മലയാളത്തിൽ, എനിക്കറിയത്തില്ല. ഉണ്ടായിരിക്കില്ലേ? ഉണ്ട്. നിങ്ങളെ പാസ്റ്റർ ഇന്ന് വരെയെങ്കിലും നിങ്ങളെ നോക്കി യു ആർ സെയിന്റ്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാ വ്യക്തികളെയും ഞാൻ അഭിസംബോധന ചെയ്യുന്നത് സെയിൻസ് എന്നാണ്. സെയിൻസ് അതായത് ഫുൾഫിൽഡ് എസ്കറ്റോളജിക്കൽ വ്യൂവിൽ വിശ്വസിച്ച് കർത്താവിന്റെ രാജ്യത്തിൽ ജീവിക്കുന്ന ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ്, വെദർ ദേ ആർ സ്മോൾ ഓർ ബിഗ്, വേർ സ്പിരിച്വലി മച്ചുവർഡ് ഓർ മൈനർ, വി കോൾ എവറി ദം സെയിൻസ്. ഇനി കഴിഞ്ഞ ദിവസം ഞാനൊരു എൻ്റെ ഒരു ഡിവോഷണൽ ഒരാൾക്ക് അയച്ചു കൊടുത്തപ്പം അതെനിക്ക് താഴെ വന്നിട്ട്, ഐ എം നോട്ട് എ സെയിന്റ്, ഐ എം ട്രൈങ് ടു ബി എ ചൈൽഡ് ഓഫ് ഗോഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോ എഡ്യൂക്കേഷൻ ഉള്ളതെന്നറിയോ? ഞാനൊരു വിശുദ്ധയല്ല, ഞാനൊരു ദൈവബദലാകാൻ ശ്രമിക്കുന്നതാണ്. ഇതെന്തൊരു കഷ്ടമാണ്! നമ്മുടെ ശ്രമം കൊണ്ടാണോ ദൈവബദലാവുന്നത്? ഞാൻ ഒരാളെ നോക്കി സെയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? ഐ എം അപ്രീഷിയേറ്റിംഗ് ദ വാല്യൂ ഓഫ് ദ സാക്രിഫൈസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ബ്ലഡ് ഓഫ് ദ ലോർഡ്. ഞാൻ കർത്താവിന്റെ കാൽവറിയിൽ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ആ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയെ, ആ പരിശുദ്ധ രക്തത്തിന്റെ മഹത്വത്തെ എനിക്ക് ഭൂമിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഏക വഴിയെന്ന് പറയുന്നത് ആ രക്തം ഒരു വ്യക്തിക്ക് വരുത്തിയ ലോകത്തിൽ ഒരിക്കലും ആർക്കും കൊടുക്കാൻ പറ്റാത്ത പദവിയാ വിശുദ്ധൻ എന്ന് പറയുന്നു, ആ പദവി. പക്ഷെ ഈ നിങ്ങൾ വിശുദ്ധരാണ്, നിങ്ങൾ നല്ലവരാന്ന് പറഞ്ഞു നോക്കി ജനങ്ങൾ തന്നെ ഒരു നല്ലവരായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നേ. ഒരു ചെറുപ്പക്കാരൻ, നിന്റെ പോക്ക് ശരിയല്ലടാ, നിന്റെ മുടി ശരിയല്ലടാ, നിന്റെ മീശ ശരിയല്ലടാ, നിന്റെ മുടിവെട്ടി ശരിയല്ലടാ, നിന്റെ പാൻറിന്റെ നീളം ശരിയല്ലടാ, വന്നു കയറി കഴിഞ്ഞാൽ പിന്നെ യൂദേശിമാർക്കും ഈ കുറെ കള്ള പ്രവാചകന്മാർ സോറി എന്തോ ഒരെണ്ണം പറയാൻ വന്ന നമ്മുടെ നാട്ടുഭാഷ ഇവർക്കൊക്കെ ആകെ പറയാൻ പറ്റുന്നതെന്ന് അറിയാമോ? അവളുടെ ചുരിദാർ കണ്ടോ, അവളിട്ടേക്കുന്ന ജീൻസ് കണ്ടോ, അവളിട്ടിരിക്കുന്ന ഉടുപ്പ് കണ്ടോ, ടീഷർട്ട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ അമ്മയൊക്കെ അല്ലേ ആയിരിക്കുന്ന പെണ്ണുകള്, സ്ത്രീകള്? ആലോചിച്ച് നോക്കിയേ. സ്ത്രീകൾ ഇറുകിയ വസ്ത്രം ധരിക്കരുത്. നിന്റെ ഭാര്യ, നിന്റെ പെങ്ങൾ, നിന്റെ കൂടെ പറന്ന പെങ്ങള് ഒരു ഇറുകിയ വസ്ത്രം ധരിച്ചോണ്ട് നിന്റെ അടുത്ത് വന്നിരുന്നു, നിനക്ക് എന്നോ തോന്നൂടാ? നീ പറ ഉമാർമാർ എനിക്ക് what a stupid man you are. I'm telling the truth. ഇത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ചർച്ച ഇല്ലെങ്കിൽ ചർച്ച പിരിച്ചു വിട്ടേര്. എന്തിന്? ലോകത്തിലില്ലാത്ത
ഈ നമ്മളെന്ത് ലോകക്കാരെ പോലാണ്. ഞാൻ ഓപ്പണായിട്ട് പറയാം, മനുഷ്യർക്ക് എല്ലാവർക്കും വികാരങ്ങളൊക്കെ ഉണ്ട്. ബട്ട് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. പോൾ പറഞ്ഞൊരു വേർഡുണ്ട്, മൂത്തവർ അമ്മയെ പോലെ, ഇളയവർ സഹോദരിമാരെ പോലെ. ഈ ഒരൊറ്റ ചിന്ത നിന്റെയൊക്കെ തലേ കയറിയാൽ, അവൾ ഇറുകിപ്പിട്ടിരിച്ചിരിക്കുന്നു, അവിടെ സ്ലിറ്റ് ചെയ്തിരിക്കുന്നു, ഇവിടെ കീറി വിട്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള വാക്ക് നിനക്ക് പറയുമ്പോൾ, നീ ഇന്ന് വരെ നിന്റെ ചർച്ചിലുള്ള വിശ്വാസികളെ, ദൈവമക്കളെ നിന്റെ സഹോദരങ്ങളായിട്ട് കണ്ടിട്ടില്ല. ചുമ്മാ സഹോദരി സഹോദരന്മാരെന്ന് പ്രസംഗിക്കാനേ ഉപയോഗിക്കത്തുള്ളൂ. നിന്റെ കണ്ണ് വെറും ഒരു മാംസ കച്ചവടക്കാരന്റെ കണ്ണാണ്. എന്റെ പെങ്ങൾ, എന്റെ സഹോദരി, എന്റെ അമ്മ, അവർ അല്പവസ്ത്രം ധരിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലോ എൻ്റെ മുമ്പിലൂടെ ഇപ്പം നമ്മുടെ കുടുംബത്തിലെ കുളിച്ചിട്ട് വരുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും, ഉടനെ എനിക്ക് എന്ത് തോന്നും, ഞാൻ ആ കണ്ണ് അവിടെ ഇങ്ങോട്ട് മാറ്റുക, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. അതിലൊരു വൈകാരികത ഉണ്ടാകുന്ന ഐ എം എ ഡേർട്ടി മാൻ, ഐ എം നോട്ട് ഡിസേർവ് ടു ലിവ് ഇൻ ദിസ് വേൾഡ്. സ്വന്തം മാതാപിതാക്കളോടും സ്വന്തം സഹോദരങ്ങളോടും ഈ വൈകാരികത കാണിക്കുന്നു. ഐ എം എ ഡേർട്ടി പേഴ്സൺ, ഐ ഹാവ് നോ റൈറ്റ് ടു ലിവ് ഇൻ ദിസ് എർത്ത്. അപ്പൊ ഇങ്ങനെ നമ്മൾ കണ്ടം ചെയ്യുക ജനത്തെ, കണ്ടമിനേഷൻ. നീ ശരിയല്ലെന്ന് പറയും, യുവർ സൈറ്റ്സ് ഇത് പറഞ്ഞു നോക്ക്. ആ കൊച്ചിനെ വിളിച്ചു നോക്കിയിട്ട്. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗകരുടെ പ്രഭുവായ ചാൾസ് ജി സ്പർജൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ അപ്പച്ചൻ, വല്യപ്പച്ചൻ, ഒരു പാസ്റ്റർ, അവർ തലമുറകളായിട്ട് പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിൽ വന്നവരാണ്. എനിക്ക് തോന്നുന്നു ഒരു പാസ്റ്ററാണ്. അപ്പൊ ഒരു ദിവസം തൻ്റെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ സ്പർജൻ ആ വീട്ടിലോട്ട് കയറി ചെല്ലുക. അപ്പൊ അപ്പച്ചൻ ഇവനെ നോക്കിയിട്ട് പറയാണ്, എടാ, ഇങ്ങനെ എൻ്റെ ചർച്ചിൽ ഒരു ബ്രദർ ഉണ്ട്, അവൻ ഭയങ്കര മദ്യപാനിയാണ്, എപ്പോഴും ബാറിലാണ്, അവന്റെ മദ്യം വർഷങ്ങളായിട്ട് എത്ര പറഞ്ഞാലും അവൻ മാനസാന്തരത്തിലേക്ക് വരുന്നില്ല, അവനെ ഓർത്ത് എനിക്ക് വലിയ സങ്കടമുണ്ട്. അപ്പൊ ഈ സ്പർജൻ തൻ്റെ പിതാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പറഞ്ഞിങ്ങനെയാണ്, അവൻ ഏത് ബാറിലാ സാധാരണ പോകുന്നതെന്ന് ചോദിച്ചു. പ്രസംഗരുടെ പെറുവ് ബാറിൽ പോയി കയറിപ്പോയി. ഇപ്പൊ ഞാൻ കഴിഞ്ഞിടയ്ക്ക് വെച്ച് വേറൊരു കാര്യം പറയാം. ദൈവത്തിന്റെ ദാസന്മാർ ബാറിൽ കയറരുത് കേട്ടോ. ദൈവത്തിന്റെ ദാസന്മാർ ഷാപ്പിൽ പോയി, ഒരു ഷാപ്പിന്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ ഷാപ്പിലോട്ട് കയറി നിങ്ങളുടെ പൈസ നമ്മുടെ ചില്ലറ വാങ്ങാൻ പോലും ദൈവത്തിന്റെ ദാസന്മാർ പോകരുത്. എനിക്ക് തമാശയായിട്ട് തോന്നും. ഒരു ദൈവദാസൻ, എനിക്കൊരു 500 രൂപ എൻ്റെ ഇരിക്കുന്ന, അടുത്തൊരു എനിക്ക് ഒരു ഇത് വേണം, ഏതാ ചേഞ്ച് വേണം, ഞാൻ ആ ബാറിൽ അവിടെ ചെന്നിട്ട് ആ കൗണ്ടറിൽ ചെന്നിട്ട് എനിക്കൊരു 500 ചേഞ്ച് തരുമെന്ന് ചോദിച്ചാൽ എൻ്റെ എനിക്ക് എന്താ നഷ്ടപ്പെടാൻ പോകുന്നത്? എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ വിശുദ്ധിയൊക്കെ എവിടെ ഇരിക്കുന്നത്. സ്പർജൻ നേരെ ബാറിലോട്ട് കയറി ചെന്നപ്പോൾ കാണാൻ ഈ മനുഷ്യൻ നന്നായിട്ട് മദ്യപിച്ച് അല്പം ബോധം ഉണ്ടെങ്കിലും ഇങ്ങനെ ആ ഒരു ബൂസായിട്ടിരിക്കുക. അദ്ദേഹത്തെ മനസ്സിലായി, ഇതിന്റെ പേര് ഒക്കെ അറിയാം. തന്റെ ഇടയ്ക്ക് ചെന്നിട്ട് ഓപ്പോസിറ്റ് ഇരുന്നിട്ട് സ്പർജൻ ഈ മനുഷ്യന്റെ മുഖത്തോട് നോക്കി ചോദിച്ച ആദ്യത്തെ ചോദ്യം, ദൈവത്തിന്റെ ഏലിയാവേ, നിനക്ക് ഈ ബാറിൽ എന്ത് കാര്യം? ഒറ്റ ചോദ്യം. ദൈവത്തിന്റെ ഏലിയാവേ, നിനക്ക് ഈ ബാറിൽ എന്ത് കാര്യം? ദാറ്റ് സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ചേഞ്ച്ഡ് ഹിസ് ലൈഫ്. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഞാൻ ദൈവത്തിന്റെ ഏലിയാവും. തമ്പുരാൻ പറഞ്ഞു, അതെ, യു ആർ എ ഗോഡ് chosen child of God. You have no right to stay here. ആ മനുഷ്യനെ കൊണ്ട് സ്പർജൻ ഭവനത്തിലെത്തി, തൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ അടുക്കൽ കൊണ്ടുവന്നു. കഥ അവസാനം ഈ മനുഷ്യൻ, വർഷങ്ങളായിട്ട് മദ്യപാനത്തിന് പോകാത്ത ഈ വ്യക്തി, ഒരൊറ്റ വാക്കിന്റെ പേരിൽ അവന്റെ ഹൃദയത്തിന് മാറ്റം വന്നു. ഞാൻ ദൈവത്തിന്റെ ഏരിയാവും. അത് വിളിച്ചത് സാധാരണ ആളല്ല, പ്രസംഗകരോട്. അന്നത്തെ ഏറ്റവും പ്രസിദ്ധനായ പ്രസംഗകൻ ഒരു മഹാഭാവിയെ നോക്കി, നീടാ കുടിയാ മുടിഞ്ഞവനെ, നീ നരകത്തിന്റെ വിറകുള്ളി എന്ന് പറഞ്ഞാൽ അവൻ ജന്മത്ത് വരത്തില്ല, നിന്നെന്താണ് അവന്റെ കുപ്പിയെടുത്ത് തല്ലിയാനെയാണ്. പക്ഷേ ദ മാൻ ഓഫ് ഗോഡ്, ദ എലൈജ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ എലിയാവെ എന്ന് വിളിക്കുമ്പോൾ അവന് കൊടുത്തൊരു അപ്രിസിയേഷൻ, അവന്റെ ഐഡന്റിറ്റിയിലേക്ക് അവനെ തിരിച്ചു വിളിച്ചു. അവിടെ അതിൽ മനസ്സിലാക്കിയ കാര്യം,
ആ വ്യക്തി പിന്നെ ഒരിക്കലും പഴയ വഴിയിലേക്ക് പോയില്ല. ചർച്ചിൽ ഏറ്റവും വലിയൊരു ദൈവ പൈതലായി വിശുദ്ധനായി തുടർന്നു. അപ്പൊ നമ്മൾ കണ്ടംനേഷൻ ചെയ്യാൻ വേണ്ടി ചർച്ചിലേക്ക് പോകരുത്. ഞാനിത് വലിയ ബൈബിൾ സ്റ്റഡി നടത്തില്ല കേട്ടോ. ഇതൊരു ജനറൽ ടോക്കാണ്. എൻ്റെ ഹൃദയം തുറന്ന് പറയുക ചില കാര്യം. അതുപോലെ ദൈവസഭയ്ക്കകത്ത് മന്ത്രമുണ്ടോ? മന്ത്രവാദമുണ്ടോ? ദൈവമക്കളുടെ അടുത്ത് പറയുന്നത് ചില മന്ത്രപോരുണ്ട്, പോരാട്ടമുണ്ട്. ബൈബിളിൽ പോരാട്ടം എന്ന വാക്കുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ദൈവ പൈതലിന്റെ ജീവിതത്തിലുണ്ടോ? അപ്പം ചോദിക്കും സാത്താനുണ്ടോ? ചിലർ ഇപ്പം നമുക്കിട്ട് കിട്ടുന്ന പേര് സ്വർഗവും ഇല്ല, നരകവും ഇല്ല, സാത്താനും ഇല്ല. എൻ്റെ പോ സഹോദരങ്ങളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് കേൾക്കുന്നത്? സ്വർഗവുമുണ്ട്, ബൈബിളിൽ പറയുന്ന നരകവുമുണ്ട്, സാത്താനും ഉണ്ട്. പക്ഷെ സാത്താൻ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഇന്ന് നിങ്ങളുടെ ചർച്ചിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആകാശ ഗുണ്ടയല്ല. ഇങ്ങനെ ആകാശത്തൂടെ കുന്തത്തിന്റെ പുറത്ത് ഇങ്ങനെ വാലും ചുരുട്ടി വരുന്ന ലുട്ടാപ്പിയൊന്നുമല്ല. സാത്താൻ എന്ന് പറയുന്നത് മനുഷ്യനാണ്. ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായി നിൽക്കുന്ന മാനുഷികമായ ഇടപാടുകളെ വേദപുസ്തകം വിളിക്കുന്ന പേരാണ് ഹസാത്താൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരെ നിൽക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അല്ലാതെ അത് ഏതോ ഒരു സ്പിരിച്വൽ ഗുണ്ടയല്ല എന്ന് മറക്കരുത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇന്ന് ജീവിക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ്. നമുക്ക് ദൈവം തന്നതിൽ തൃപ്തരാകുക. പൗലോസിന്റെ ഭാഷ ഉള്ളതിൽ ഉള്ള വസ്ത്രത്തിൽ തൃപ്തരാകുക, ആഹാരത്തിൽ തൃപ്തരാകുക, സാഹചര്യത്തിൽ തൃപ്തരാകുക. നമ്മുടെ തൃപ്തി ദൈവവുമായി ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ഉല്ലാസത്തിന് കാരണം. നമ്മൾ ഇതിൽ ഞെരുങ്ങുന്നിടത്തോളം കാലം ഞാൻ എപ്പോഴും മനസ്സിലാക്കിയത്, ഭൗതികതയാണ് ഒരുപാട് ദൈവമക്കളെ രണ്ട് രീതിയിൽ ദൈവികമായ ആത്മീയതയിലും തള്ളിക്കളയും. ഇത് കൂടിയാലും നിങ്ങൾ ദൈവത്തെ വേണ്ടെന്ന് വെക്കും, ഇത് കുറഞ്ഞാലും നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു നിലയിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങോട്ടൊരു ആനന്ദം കണ്ടെത്താൻ പറ്റാതെ പോകും. നിങ്ങൾ ശരീരം മൊത്തം രോഗിയായി മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന എങ്ങനെ പാടാറുണ്ട്, വേണം പാടും, കരഞ്ഞുകൊണ്ട് പാടും. പക്ഷെ നിങ്ങൾ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ദൈവം നൽകുന്ന ആ തൃപ്തിയിൽ ജീവിച്ചാൽ ഒരുപാട് നമുക്ക് ആനന്ദത്തിൽ ജീവിക്കാനായിട്ട് കഴിയില്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ചർച്ചിനകത്ത് ഇതുണ്ടോ എന്നാണ് ഇല്ല. ഞാൻ പറയാം, പുതിയ ആകാശ പുതിയ ഭൂമിയിൽ എന്തുണ്ട്? നിങ്ങൾ യെശയ്യാവിന്റെ പ്രവചനം 65 അധ്യായം താഴോട്ട് വായിക്കുക. കുറെ ദിവസം മാത്രം ചെയ്യുന്ന കുട്ടിയും ആശുദ്ധയായ വൃദ്ധനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ വീടുകളെ പണിത് പാർക്കും. പുതിയ ആകാശ പുതിയ ഭൂമിയിലാണേ. വായിച്ചോട്ടെ, അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പലത്തെ അവ ആരും ഓർക്കയില്ല, ആരും അവരുടെ മനസ്സിൽ. വളരെ ശ്രദ്ധിച്ചോണം. ആകാശം മൊത്തം കത്തി, ഭൂമിയെല്ലാം കത്തിയിട്ട് നമ്മൾ പിന്നെ വേറൊരു ശരീരത്തിലാണ് ഇവിടെ ജീവിക്കാൻ പോകുന്നതെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ, വേദപണ്ഡിതന്മാർ, റബിമാർ, മല്ലൂർ റബിമാർ, എബ്രായ പണ്ഡിതന്മാർ, അല്ലാത്ത പണ്ഡിതന്മാർ, വെസ്റ്റേൺ പണ്ഡിതന്മാർ, ഈസ്റ്റേൺ പണ്ഡിതന്മാർ, ബൈബിൾ കോളേജ് അധ്യാപകന്മാർ, എല്ലാവരും കേട്ടോ. നിങ്ങൾക്ക് വേദോസം വിശ്വാസമില്ലെന്ന് എനിക്കറിയാം, ശ്രദ്ധിച്ചു നോക്ക്. ആരും ഓർക്കില്ല. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പിൻ. ഇതാ ഞാൻ യെരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നത്. ഇത് ന്യൂ ക്രിയേഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന യെരൂശലേം എന്ന് പറയുന്നത് പാലസ്തീൻ നാട്ടിലുള്ള കുന്നുംപുറത്തിരിക്കുന്ന സ്ഥലമല്ല, ന്യൂ ജെറൂഷലേം. ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കൽ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ കവനന്റ് റിയാലിറ്റി. കരച്ചിലും നിലവിളി എന്ന് പറയുന്നത് അത് എപ്പോഴും ഓൾഡ് കവനന്റ് ജനവുമായി ബന്ധപ്പെട്ട് ഉടമ്പടി ലംഘിക്കുന്നവരുടെ ജീവിതത്തിൽ വരുന്ന കാര്യം, അല്ലാതെ നമ്മുടെ വീട്ടിനകത്ത് കുഞ്ഞു കിടന്ന് കരയത്തില്ലെന്നല്ല എൻ്റെ അർത്ഥം. കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആശ്വസിക്കാത്ത വൃദ്ധനും ഇനി ഉണ്ടാകില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. അപ്പൊ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ എന്തുണ്ട് സർ? ബാലൻ 100 വയസ്സുള്ളവനായി മരിക്കും. പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരും. അപ്പൊ പാപി എവിടെയുണ്ട്? പുതിയ ആകാശ പുതുഭൂമിയിൽ പാപി ഉണ്ടല്ലോ. മൂലപദാർത്ഥങ്ങളൊക്കെ കത്തിപ്പോയിട്ട് പിന്നെ ഏത് പാപി വന്നു? പറയൂ സർ. പുതിയ ആകാശ പുതിയ ഭൂമിയിൽ പാപിയുണ്ട്. പുതിയ ആകാശ പുതിയ ഭൂമിയിൽ മരണമുണ്ട്. അവർ വീടുകൾ പണിത് പാർക്കും. അപ്പം പുതിയ ആകാശ പുതിയ ഭൂമിയിൽ വീട് പണിയുന്നുണ്ട്. മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അതിന്റെ ഫലം അനുഭവിക്കും. അപ്പൊ മുന്തിരിങ്ങ തിന്ന് കുടിച്ച് ജീവിക്കുന്ന സാധാരണ ശരീരമല്ലേ അന്നുള്ളത്, അല്ലാതെ സ്വർഗീയ ശരീരമല്ലല്ലോ. അപ്പൊ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ഉണ്ടെന്നല്ലേ എഴുതിയേക്കുന്നത്. അവർ പണിക മറ്റൊരുത്തൻ പാർക്കുക എന്ന് വരികയില്ല, അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്ന് വരികയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെ. ടോക്കിംഗ് അബൌട്ട് ദേ ആർ ഇൻ ദ ന്യൂ ഹെവൻസ് ആൻഡ് ദ ന്യൂ എർത്ത്. ഇറ്റ്സ് നോട്ട് എ ഫിസിക്കൽ ലൈഫ് ടൈം, ഇസ് ടോക്കിംഗ് അബൌട്ട് ദ എറ്റേണൽ ലൈഫ്. വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. എന്റെ ബ്രദർമാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കുക. അവിടെ അധ്വാനമുണ്ട്, ഫലമുണ്ട്, അനുഭവിക്കുകയും ചെയ്യും. അവർ വൃഥ അധ്വാനിക്കുകയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. അപ്പൊ ആപത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ അവർ ആപത്തിനായി പ്രസവിക്കുകയില്ല. അവർ
യഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയിൽ അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞ് പിള്ളേരൊന്നും ഉണ്ടാവത്തില്ല, എല്ലാം നിന്റെ കൂടെയൊക്കെ ഇരിക്കും നിന്റെ മക്കളെന്ന്. അപ്പൊ പുതിയ ആകാശ ഭൂമി ഇതൊക്കെ ഉണ്ടെന്ന്. അവർ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം, അപ്പൊ പ്രാർത്ഥനയുണ്ടെന്ന. അവർ സംസാരിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. അപ്പം പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ അന്നുമുണ്ട്. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച്, അപ്പൊ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ചെന്നായും ഉണ്ട്, കുഞ്ഞാടും ഉണ്ട്, ഒരുമിച്ച് മേയും. സിംഹം കാളയെ പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. ആഹാ. അപ്പൊ പുതിയ ആകാശ പുതിയ ഭൂമിയില് പുതിയ കവനന്റാ കേട്ടോ. ഉടമ്പടിയിൽ എന്തുണ്ട്? സർപ്പം പിന്നെയും പൊടി തിന്നും. അപ്പൊ സർപ്പം എന്നുണ്ട്? പുതിയ ആകാശ ഭൂമിയിലും സർപ്പമുണ്ട്. അതായത് ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ കാണുന്ന മനുഷ്യനെ വഞ്ചിച്ച അതേ സർപ്പം എവിടെയുണ്ട്? പുതിയ ആകാശ പുതിയ ഭൂമിയിലുണ്ട്. സർപ്പം ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷവും നാശവും ആരും ചെയ്യുകയില്ല. അപ്പൊ വിശുദ്ധ പർവ്വതത്തിൽ ഇതൊന്നും കാണത്തില്ല. പക്ഷെ ദൈവം ഉണ്ടാക്കി വെച്ച പുതിയ ആകാശ പുതിയ ഭൂമി ആ സിസ്റ്റമുള്ള കാലത്ത് ഇവയൊക്കെ ഉണ്ടെന്നാണ്. ഇവയൊക്കെ എവിടെയാണെന്ന് അറിയണം. ഇനി ഈ ചർച്ചിനകത്തുണ്ടോ? വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടോ? വിശ്വാസിയുടെ കുടുംബത്തിലുണ്ടോ? ഇല്ല. എവിടെയുള്ളതെന്ന് മനസ്സിലാക്കാൻ നേരെ പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്ന ശേഷമുള്ള പുതിയ നിയമഭാഗത്തേക്ക് പോകും. വെളിപ്പാട് ദിവസം 21-ലാണല്ലോ അത് വന്നേക്കുന്നത്. 21-ൽ ഇതാ ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടെന്ന് മുതലുള്ള വാക്യങ്ങൾ. പഴയ ആകാശം പഴയ ഭൂമി ഒഴിഞ്ഞുപോയി. അപ്പൊ 22-ാമത്തെ അധ്യായത്തിലേക്ക് പറയുന്നു വീതിയുടെ നടുവിൽ പുതിയ യെരൂശലേം വന്നു. പുതിയ യെരൂശലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ കുറെ പറഞ്ഞ് മടുത്ത ആളാ കേട്ടോ. ഇന്നും പുതിയ പുത്തൻ യെരൂശലേം എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആ വലിയ ക്യൂബ്, ഒരേ നീളം ഒരേ വീതിയൊക്കെ ഉള്ള ആ വലിയ പെട്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഭൂമിയിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെടുമെന്നു വിശ്വസിക്കുന്നവരോട് എന്നായി പറയേണ്ടത്? എന്തു പറയാൻ? ന്യൂ ജെറുസലേം കർത്താവായ യേശുക്രിസ്തുവിന്റെ കാന്തയായ സഭ പെട്ടിയാണോ? എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. യേശുക്രിസ്തുവിന്റെ കാന്തയായ സഭയെ കാണിച്ചു തരാനല്ലേ യോഹന്നാൻ ദൂതനോട് പറഞ്ഞ? ദൂതനല്ലേ ഉയർന്നൊരു മലയിൽ ആത്മാവിൽ കൊണ്ടുപോയി സ്വർഗത്തിൽ നിന്ന് പുത്തൻ യെരൂശലേം എന്ന നഗരം. അപ്പം യേശുക്രിസ്തുവിന്റെ മണവാട്ടിയുടെ ഷേപ്പ് നഗരമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? The church is a city of God. It is New Jerusalem. That is the wife of God. That is the bride of Christ. അങ്ങനെ അല്ലേ? ആന്നേ. എന്നിട്ട് അതിൽ ഒറ്റ വഴിയുള്ളൂ കേട്ടോ. ഈ വലിയ സിറ്റിക്കകത്ത് ഒരൊറ്റ വഴിയുള്ളൂ. ആ വീതിയുടെ നടുവിൽ നിന്ന് നദി പുറപ്പെടുന്നുണ്ടെങ്കിൽ താഴോട്ട് വായിക്കാം. 22 താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ ഈ ഉദ്ദേശിമാര് പറയുന്ന സാധനങ്ങളൊക്കെ എവിടെയാണ്? ജീവവൃക്ഷത്തിൽ തങ്ങളുടെ അധികാരമുണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കിടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അടുത്ത നായ്ക്കൾ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ. പുത്തൻ യെരൂശലേം വന്നു, പുതിയ ആകാശ പുതിയ ഭൂമി വന്നു. ഇപ്പോഴും നായ്ക്കളുണ്ട്, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ദുർനടപ്പുകാർ, കുലപാതകന്മാർ, ബിംബാരാധികൾ, ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. ഇവരെല്ലാം ഉണ്ട്. പക്ഷേ ഇൻ ദ സ്പിരിച്വൽ സെൻസ് ഇത് ഒരെണ്ണം പോലും ആകത്തില്ല. എന്റെ പർവ്വതത്തിൽ ഒരിക്കലും ആരും ഒരു ദോഷം ചെയ്യത്തില്ല. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ദൈവമക്കൾ ധൈര്യമായിട്ട് ഇന്ന് സന്ദേശം കേട്ടിട്ട് വിളിച്ച് പറ, ഒരു മന്ത്രം തന്ത്രം ഒന്നും ഒരു ദോഷവും വരത്തില്ല. ഇവർ പറയുന്ന ഒരു പിശാചോ ഒരു പോരാട്ടോ എന്നെ തൊടത്തില്ല. ഇതുമായി എനിക്ക് ബന്ധമില്ല. ഇത് മുഴുവൻ പുറത്ത് തന്നെ. ഇതെല്ലാം ഉണ്ട് ഭൂമിയിൽ. അപ്പൊ പുത്തൻ ആകാശം പുത്തൻ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫിസിക്കൽ ഭൂമിയും ഫിസിക്കൽ സ്കൈയും അല്ല. ഈ കാണുന്ന ഭൗതിക ലോകത്ത് ഭൗതികമായ ഭൂമിയിൽ ദൈവത്തിന്റെ പുത്തൻ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആ പുത്തൻ യെരൂശലേമിൽ താമസിക്കുന്ന ജനത ദൈവത്തിന്റെ ആനന്ദത്തിൽ ജീവിക്കുന്നു, സുരക്ഷിതത്വത്തിൽ ജീവിക്കുന്നു. സിംഹം കാളയെപ്പോലെ പുല്ലു നിന്നു പറഞ്ഞു കഴിഞ്ഞാൽ സിംഹത്തിന് ഇപ്പൊ കടിച്ചു കീറാൻ പറ്റുന്നില്ല. പണ്ട് ഓൾഡ് കവനന്റിലായിരുന്നപ്പോൾ ഇസ്രായേൽ മക്കളെ കടിച്ചു കീറാൻ അവരെ ഓടി വരുമായിരുന്നു. ഇപ്പോ അവിടെ ഇവിടെ കുറെ കൊതുക് വന്ന് ആരണ്ടെ കുത്തുന്നു എന്നേ ഉള്ളൂ. നോർത്ത് ഇന്ത്യയിൽ 4 കൊതുക്കൾ ഒരുമിച്ച് വന്ന് കുറെ വിശുദ്ധന്മാരെ കുത്തി. അത്രയേ ഉള്ളൂ ഇവിടുത്തെ ബജ്രംഗളും RSSകാരും കാണിക്കുന്നത്. അത്രയേ ഉള്ളൂ, വെറും കൊതുക്. ഇതിനെ ഊതി പെരുപ്പിച്ച് പിന്നെ ചിലർക്ക് അടി കൊള്ളുന്നത് ഇവന്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. ഞാൻ സുവിശേഷം കൊണ്ടൊന്നുമല്ല. സുവിശേഷം കൊണ്ടല്ല, ചില ആളുകളുടെ വായിക്കാത്തിരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അറിയാതെ ഈ ജാതികൾ വന്ന് 2 എണ്ണം കൊടുക്കും. മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല. എടാ, ഇപ്പം ഹിന്ദുക്കൾക്ക് എത്ര ദേവന്മാർ? കൃഷ്ണനും ശിവനും പിന്നെ 33 ദേവന്മാരുണ്ടല്ലോ. ഇവരുടെയൊക്കെ പേര് പറഞ്ഞാൽ തന്നെ എന്തോ കുഴപ്പമൊന്നുമില്ല. വിഗ്രഹം ഏതുമില്ല, 0 വട്ടപൂജ്യം.
വിശുദ്ധ തിരുവെടുത്ത് നിങ്ങൾ പോയി വായിച്ചു നോക്കുക. പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, വിഗ്രഹങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്താൻ പറ്റില്ലെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നീ ഇവിടെ കിടന്ന് ശാസിക്കുകയും പലസിക്കുകയും തുപ്പും ചെയ്യുന്നതിന് നിനക്കെന്തോ ഈ ഇവിടുത്തെ വിഗ്രഹങ്ങളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു എരിച്ചിൽ? ഇപ്പൊ ഞാനിപ്പോ ഒരു അമ്പലത്തിന് മുമ്പിൽ കൂടെ കഴിഞ്ഞ ദിവസം പണ്ട് സുരേഷ് ബാബുവിനോടാന്ന് തോന്നുന്നു ഒരാൾ ഇന്റർവ്യൂവിന് ചോദിച്ചു, താങ്കൾ ഒരു ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ മണിനാഥത്തിന്റെ ശബ്ദം കേട്ടാൽ താങ്കൾ എന്ത് ചെയ്യും? പറയാം, ഓ പിശാച് എന്ന് ഞാൻ പറയും. അപ്പൊ മണിനാഥൻ കേട്ടപ്പോ തന്നെ പുള്ളിക്ക് അകത്ത് വെകിളി കയറിയെന്ന് അതിന്റെ അർത്ഥം തന്നെ. ആലോചിച്ച് നോക്കി. ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ കൂടെ പോയാൽ ഇവിടുത്തെ ഇപ്പം വലിയൊരു ഭയങ്കര ഐ ഡോണ്ട് കെയർ. തിരുവനന്തപുരത്ത് ഒരു വലിയ ശിവലിംഗം ഉള്ള ഒരു ക്ഷേത്രമുണ്ട്, ഭയങ്കര ഒരു ധ്യാനമൊക്കെ. ഞങ്ങളുള്ള അത് കാണാനായിട്ട് പോയി. അതിന് പുറത്ത് കയറിയില്ല, അന്ന് അത് കയറ്റി വിടത്തില്ല. അപ്പൊ ഓരോരുത്തർ വന്ന് ഭക്തിയോടെ തൊഴുന്നു, വീണ് കിടക്കുന്നു, ഉരുളുന്നു. എനിക്ക് നത്തിങ്. ഞാൻ നോക്കിയപ്പോ കോൺക്രീറ്റ് കൊണ്ട് വലിയൊരു കറുത്ത സ്തൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അതിനകത്ത് മേളിൽ 2 വരയൊക്കെ വരച്ചു വെച്ചിരിക്കുന്നു. ഇവർക്കത് അതാണ്. എന്നെ സംബന്ധിച്ചോളം ഇത് വെറും കൽക്കൂനയാണ്, ഒരു കോൺക്രീറ്റ് ആണ്. ഒരു ദൈവപൈതലെ സംബന്ധിച്ചോളം ഒരു വിഗ്രഹമോ ഒരു ക്ഷേത്രമോ കാണുമ്പോൾ അത് വെറും ഒരു മനുഷ്യനിർമ്മിതി എന്ന് മാത്രം മതി. വൈവർ പറയും, നീ എന്തിന് ഇതിനെ കുറിച്ച് ചുമ്മാ പ്രാധാന്യം, നീ എന്തിനെ കുറിച്ച് ടെൻഷൻ ആവുന്നു? ഞാൻ തമാശക്കെങ്കിലും പറയാറുണ്ട്, ഈ വിശുദ്ധന്മാരുടെയൊക്കെ വീടിന്റെ അടുത്ത് അങ്ങനെ 2 തെറ്റിപ്പൂവും ഒരു മുട്ടയും ഇച്ചിരി അതിനകത്ത് കുറച്ച് ഭസ്മവും അല്ലെങ്കിൽ വല്ല വീട്ടിലെ ചാലവും വാരിക്കൊണ്ട് ഒരു മനോരമ പത്രത്തിലാണ് പൊതിഞ്ഞ് ഇവന്റെ വീടിന്റെ ഫ്രണ്ട് ഇട്ടാൽ അടുത്ത 7 ദിവസം അവന്റെ വീട്ടിൽ ഉപവാസം നടക്കും. പെന്തിക്കോസുകാരന്റെ വീട്ടിൽ 100%. അതിനകത്ത് പിന്നെ ഏതെങ്കിലും അവിടെ നിങ്ങളെ തകിടോ 2 ഈർക്കിലോ 2 ചുമന്ന നൂലങ്ങനെ വെച്ച് കെട്ടിയ തീർന്ന്. മന്ത്രക്കെട്ടാന്ന് പറയും. പാസ്റ്ററിന്റെ പറഞ്ഞ് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അടുത്ത ദിവസം 3 ദിവസം അവിടെ തട്ടിക്കൂട്ട് ഉപവാസമായിരിക്കും. എന്തൊരു ഗതികേടാണോ എൻ്റെ പ്രിയപ്പെട്ടവരെ! എന്നെങ്കിലും സമാധാനത്തോടെ നിങ്ങൾ സമാധാനത്തോടെ മരിക്കത്തോലുമില്ല. ശക്തി ഉണ്ടെന്ന്, എനിക്ക് ശക്തി ഉണ്ടായിരിക്കും. എനിക്ക് അതിന് ശക്തി, അതിനൊക്കെ വലിയ ശക്തിയില്ല നമ്മുടെ അകത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ചേർച്ച് എന്ന് പറയുന്നതിന്റെ പ്യൂരിറ്റി, അതിൻ്റെ ആ ക്രിസ്റ്റൽ ഫോം, അതിനെ കാണാൻ പറ്റുന്ന അതിൻ്റെ ആ സീത്രൂ, അതിനകത്ത് കളങ്കമില്ലാത്ത, ഇത് ക്രിസ്തു മുഖാന്തരം വരുത്തിയതാ പ്രിയപ്പെട്ടവർ. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ മന്ത്രവാദം കൊണ്ട് പൂട്ടാൻ പറ്റുമെങ്കിൽ യേശു ക്രിസ്തുവിന് പവറില്ലെന്നല്ലേ അർത്ഥം. അപ്പൊ എൻ്റെ ശരീരം എന്ന് പറയുന്നത് ഞാൻ ഇത് തല, ഇതെന്റെ ശരീരം. എൻ്റെ കയ്യെ വന്നിട്ട് വേറൊരുത്തം കെട്ടുന്നു, ഞാൻ അതും കൂടെ കെട്ടിനാതിരിക്കുന്നു. അപ്പം തല പറയാ കെട്ടുണ്ട് കേട്ടോ. തല ക്രിസ്തുവാ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവത്തെ കെട്ടിയെന്ന്. അങ്ങനെ കെട്ടിയിട്ടും ആ കെട്ട് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന തലയ്ക്ക് എന്തോ ബോധക്കേടായെന്നാണ് അർത്ഥം. ഒന്നീ തലയ്ക്ക് ബോധം പോയി, അല്ല തലയിലെ ബുദ്ധി പോയി, പ്രതികരണശേഷി പോയി തലയ്ക്ക്. At least you must understand one thing. Christ is the head of the church. We are the body of Christ. We are the members in the body of Christ. നീ ചർച്ചക്കോഡിലെ മെമ്പർ ആവുന്നുണ്ടായി പ്രോബ്ലം ആവുന്നത്. IPCയിലെ മെമ്പറാണ് നീ. IPCയും ചർച്ചക്കോടും AGയും ഷാരോനും പിന്നെ ഹെവൻലി ഫീസ്റ്റും ആ ഫീസ്റ്റ് ഈ ഫീസ്റ്റും പിന്നെ അല്ലാത്ത ഇത്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ആയിരിക്കുന്നത്. നീ ആദ്യം മനസ്സിലാക്കണം, ഞാൻ ക്രിസ്തു എന്ന ശരീരത്തിന്റെ, ക്രിസ്തു എന്ന തലയുടെ കീഴിലുള്ള അവിടുത്തെ ശരീരത്തിന്റെ അവയവമാണെന്ന ബോധം എന്ന് നിനക്ക് വരുന്നു, അന്ന് നീ നന്നാവും. അത്ര ഞാൻ പറയുന്നു. അതുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും മന്ത്രമുണ്ട്, പോരാട്ടമുണ്ട്, ബന്ധനമുണ്ട്, തകർക്കുന്ന വെല്ലുവിളിയുണ്ട്, മുമ്പോട്ട് വലിക്കുന്ന പോരുണ്ട്, പുറകോട്ട് തള്ളുന്ന പിശാചുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ ഒന്നുകിൽ ആ സ്ഥലം വിട്ട് ഇറങ്ങിപ്പോകും. അതേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇന്ത്യയിലെ നിയമം അനുസരിച്ച്. എൻ്റെ അടുക്ക വന്ന് പറഞ്ഞാൽ ഞാനത് നല്ലപോലെ അങ്ങ് പറഞ്ഞു കൊടുത്തു. കാരണം ഐ നോ ഹു ഐ ആം. മനസ്സിലാകുന്നുണ്ടോ? ഇത് നിങ്ങളാണ് ഇന്ന് ക്രിസ്തീയ സഭ ആരുടെ മുമ്പിലാണ് ഇൻഫീരിയർ എന്ന് പറയുന്നത്? സാത്താന്റെ മുമ്പിൽ. സാത്താൻ എന്ന് പറയുമ്പോൾ ആ സാത്താൻ എന്ന വാക്കിന്റെ മുമ്പിൽ തന്നെ നമ്മൾ വാലി തീർട്ടും. കേട്ടിട്ടുണ്ടോ? നിർത്താൻ പോവാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തിന്റെ നാഥനായി നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വാസം ചെയ്യുന്നു. അനങ്ങത്തില്ലെന്നേ. അല്ല, കണ്ണാടിക്കൂട്ടിനകത്ത് ഏത്തക്കപ്പം ഇരിക്കുന്നതിന്റെ കൂട്ടി ഇങ്ങനെ കിടക്കും. ഇരിക്കുന്നു. അതേ സമയം പിശാചിന്റെ ചില തന്ത്രങ്ങൾ
നിന്റെ തലമുറയ്ക്ക് നേരെ ഇന്നു രാത്രി അവൻ ചെയ്യുമ്പോൾ നീ ഇവിടെ ഇരുന്ന് കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിക്കുന്ന നിമിഷം നിന്റെ നന്മകൾക്കെതിരെ, തലമുറകൾക്കെതിരെയുള്ള ചില പൈശാചിക ശക്തികൾ തകരുകയാണ്. കരമടിച്ചാരാധിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതൽ കാണാത്ത മണ്ഡലത്തിൽ പിന്നെ ഇരുന്ന് തുള്ളിച്ചാടി കാസാരം തള്ളിയിട്ട് അവിടുത്തെ പായും വലിച്ചു കീറി. എന്തൊരു നാണക്കേടാണോ! എനിക്കിത് കാണുന്ന നാണക്കേടാണ്. ഭയങ്കര മെസ്സേജ് പറഞ്ഞു, കർത്താവ് നിന്റെ ഉള്ളിലുണ്ട്, അനങ്കത്തില്ല. നീ ദൈവത്തിന്റെ പൈതല, നീ ഉയർത്തെഴുന്നേറ്റ് സ്വർഗസ്ഥലത്തിരിക്കുക. സ്വർഗത്തിലെ മുഴുവൻ ആത്മീയ അനുഗ്രഹങ്ങളാണ് നിന്നെ അനുഗ്രഹിച്ചിരിക്കുക, അനങ്ങത്തില്ല. പക്ഷെ മഞ്ഞ് പെയ്യുന്ന ദേശം എന്ന് പറഞ്ഞാൽ കുടുങ്ങും. മഞ്ഞ് വന്നാലേ ഒരു കുളിർമ വരത്തുള്ളൂ. ഇതിലേറ്റവും സത്യം പറഞ്ഞാൽ ബാധിക്കപ്പെട്ട് കിടക്കുന്ന നമ്മുടെ സഹോദരിമാർ തലേ തുണിയിട്ടിട്ടിരുന്ന കരയോ. ഒന്ന് ചിരിച്ചോണ്ട് ജീവിക്കേണ്ട പ്രിയപ്പെട്ടവർ. ഞാൻ ഈ കാണുന്നവരുടെ എല്ലാം ചീത്തവിളിയും കേട്ട് വെറുപ്പും സമ്പാദിച്ച് അവരുടെ ഇടയിൽ നിന്ന് ഒറ്റപ്പെട്ടവനായി, ആർക്കും വേണ്ടാത്ത ഒരു വ്യക്തിയായി, എല്ലാവരാലും കുറ്റവാനും ആരോപിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് ഞാൻ ഇന്നും നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് സത്യമായതുകൊണ്ടാന്നേ. പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെല്ലാം കൊല്ലപ്പെട്ട എന്താ? അവർ പ്രസംഗിച്ചത് സത്യമായതുകൊണ്ട്. നമ്മളാരും ഇഷ്ടപ്പെടാത്തതെന്ന് നമ്മൾ പറയുന്ന സത്യമല്ലെന്ന് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് നമ്മളെന്താ ത്യാഗം സഹിക്കാത്തത്? നമുക്കെന്താ നഷ്ടം സഹിക്കാത്തത്? നമ്മളെന്താ പോപ്പുലാരിറ്റിയുടെ പുറകെ പോകുന്നത്? നമ്മൾ പറയുന്ന സത്യമല്ലെന്ന് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് പോപ്പുലാരിറ്റി എങ്കിലും ഇരിക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടും കൃത്യമായതുകൊണ്ടും ഞാൻ നഷ്ടം സഹിച്ചു ഇത് പറയും, ഇനിയും പറയും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സഭയിലെ എല്ലാവരും വിശുദ്ധരാണ്. ക്രിസ്തുവിന്റെ സഭയ്ക്കകത്ത് ഒരു വിശ്വാസിയും ഒരു വിശാചം തൊടത്തില്ല, ഒരു സാത്താനും തൊടത്തില്ല, ഒരു സർപ്പവും തൊടത്തില്ല, ഒരു തിന്മയും തൊടത്തില്ല, ഒന്നും ഫലിക്കത്തില്ല. നിങ്ങൾക്ക് വിരോധമായി ഒരായുധവും ഫലിക്കത്തില്ല. ആയുധമൊക്കെ ഉണ്ട്, ഇവിടെ ഏക്കത്തില്ല. കാരണം ഇത് ദൈവത്തിന്റെ സിംഹാസനമുള്ള സഭയാണ്, ദൈവരാജ്യം. വി ആർ ഇൻ ദ ന്യൂ ജെറൂസലേം. വി ആർ ദ പാർട്ട് ഓഫ് ന്യൂ ജെറൂസലേം. വി ആർ the new Jerusalem is built by the saints. വിശുദ്ധന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ പുതിയ യെരൂശലേം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതുകൊണ്ട് പുതിയ ആകാശ പുതിയ ഭൂമിയിൽ നാം വാഴുന്നു എന്ന റിയാലിറ്റിയിൽ ജീവിപ്പാൻ സർവശക്തനേവർക്കും കൃപ നൽകട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ തുടർന്നും ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക. മഹാദൈവവും നമ്മുടെ കർത്താവുമായവൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.